ലക്ഷക്കണക്കിന് ഭക്തലക്ഷങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അനന്തപുരിയിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. വ്രതശുദ്ധിയോടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അമ്മയ്ക്ക് നിവേദ്യം ഒരുക്കാൻ എത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ. അവർക്ക് ഒരു തുള്ളി കുടിവെള്ളം പോലും നൽകാതെ നഗരത്തെ മൊത്തം ദാഹിപ്പിച്ചു കൊല്ലാൻ ആരെങ്കിലും പദ്ധതി ഇടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ പിണറായി സർക്കാരും ഇടതുമുന്നണിയുമാണ്. അതെ, കേവലം ഒരു പൈപ്പ് പൊട്ടലോ വാൽവ് തകരാറോ അല്ല ഇത്. BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മികച്ച ഭരണത്തെ തകർക്കാൻ ജനങ്ങളെ ബന്ദിയാക്കി സർക്കാർ നടത്തുന്ന ക്രൂരമായ വാട്ടർ പൊളിറ്റിക്സ്. എന്തുകൊണ്ടാണ് പൊങ്കാല അടുക്കുമ്പോൾ മാത്രം തിരുവനന്തപുരത്ത് കുടിവെള്ളം ഇപ്പോൾ മുട്ടുന്നത്? എന്തുകൊണ്ടാണ് രാത്രിയുടെ മറവിൽ വാട്ടർ അതോറിറ്റിയിലെ ചില ഇടത് അനുകൂല ഉദ്യോഗസ്ഥർ വാൽവുകൾ പൂട്ടിയിടുന്നത്? ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തെയും ഒരു നഗരത്തിന്റെ വികസന കുതിപ്പിനെയും അട്ടിമറിക്കാൻ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് കരുനീക്കം നടത്തുന്നത് ആരാണ്? ഈ ദാഹജല രാഷ്ട്രീയത്തിന്റെ ഞെട്ടിക്കുന്ന ഉള്ളറകളിലേക്ക് നമുക്കിന്ന് കടന്നു ചെന്നേ തീരൂ. കാരണം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത് അനന്തപുരിയുടെ പോരാട്ടമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം ആരംഭിച്ചതിന് ശേഷം നഗരം കണ്ടത് സമാനതകളില്ലാത്ത വികസനമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതികളും അമൃത് പദ്ധതികളും വഴി നഗരത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. ഇത് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത LDF സർക്കാരും CPM-ഉം വികസനത്തെ തടയാനായി നോക്കി പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നമായി കുടിവെള്ളത്തെ ആയുധമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി നഗരത്തിലെ പല ഭാഗങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നു. അരുവിക്കര ഡാമിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പമ്പ് ഹൗസുകളിൽ വൈദ്യുതി ഇല്ലാഞ്ഞിട്ടാണോ? അതുമല്ല. പിന്നെന്താണ് പ്രശ്നം? മേയർ VV രാജേഷ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ കത്തിൽ ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. വെള്ളയമ്പലം ഫിൽട്ടർ ഹൗസിലെ വാൽവ് നിയന്ത്രണത്തിൽ ബോധപൂർവമായ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഓരോ മേഖലയിലേക്കുമുള്ള വാൽവുകൾ കൃത്യസമയത്ത് തുറക്കാതിരിക്കുക, BJP കൗൺസിലർമാരുള്ള വാർഡുകളിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ പ്രഷർ കുറയ്ക്കുക, ഇതെല്ലാം താഴെത്തട്ടിലുള്ള ഇടത് യൂണിയൻ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സർക്കാർ ചെയ്യിക്കുന്ന കറക്റ്റ് അട്ടിമറിയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാണോ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത്? ദാഹിച്ച് വലയുന്ന ഒരു ജനതയെ നോക്കി ചിരിക്കാനായി എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? വെറും തരം താഴ്ന്ന പ്രവൃത്തിയല്ലേ ഇത്? ഈ വിഷയത്തിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നോക്കിയാൽ തന്നെ ഇവരുടെ ഗൂഢാലോചന വ്യക്തമാകും. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് ശബരിമലയിൽ വെള്ളം കൊടുത്തു എന്നാണ്. മന്ത്രി അറിയേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമല ഭക്തർക്കും ആറ്റുകാൽ ഭക്തർക്കും വെള്ളം നൽകേണ്ടത് സർക്കാരിന്റെ ഔദാര്യമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങളുടെ അർഹതയാണ്, അവർക്ക് അർഹതപ്പെട്ടതാണ്. വാട്ടർ അതോറിറ്റി നിങ്ങളുടെ കയ്യിലാണ്. എന്നിട്ടും നഗരത്തിൽ വെള്ളമില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മന്ത്രിക്കാണ്. മന്ത്രി V ശിവൻകുട്ടി ആകട്ടെ BJPയുടെ സേവന പ്രവർത്തനങ്ങളെ പരിഹസിക്കാനാണ് സമയം കണ്ടെത്തുന്നത്. നഗരസഭ സ്വന്തം നിലയിൽ ടാങ്കറുകൾ വെള്ളം കണ്ടപ്പോ മന്ത്രിക്ക് അത് ഷോ ആണ്. ജനങ്ങൾ ദാഹിച്ച് മരിക്കുമ്പോൾ ജനപ്രതിനിധികൾ വെള്ളം എത്തിക്കുന്നത് ഷോ ആണെങ്കിൽ ആ ഷോ ഇനിയും തുടരും. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയാത്ത മന്ത്രിമാർ പരിഹാസം കൊണ്ട് ജനങ്ങളുടെ ദാഹം തീർക്കാൻ നോക്കേണ്ടേ? BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുടം കമിഴ്ത്തി സമരം ഈ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അധികാരത്തിന്റെ ഹുങ്കിൽ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ശബരിമലയിലെ ഭക്തരെ ദ്രോഹിച്ചത് പോരാണ്ട് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാൻ നോക്കുന്നു. ആറ്റുകാൽ പൊങ്കാല അലങ്കോലപ്പെടുത്താൻ സർക്കാർ തലത്തിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നു എന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ ആരോപണം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഭാരതത്തിലെ മറ്റ് വൻ നഗരങ്ങളിൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ജലവിതരണം സുതാര്യമായി നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്. അതിന്റെ ഗുണമാണിത്. ഒന്നാമത്, മാനുവൽ വാൽവ് ഓപ്പറേഷൻ. ഇന്നും കേരളത്തിൽ പലയിടത്തും വാൽവുകൾ തിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഇത് CPM അനുകൂല യൂണിയനുകൾക്ക് വലിയൊരു ആയുധമായി മാറുന്നു. മേയർ ആവശ്യപ്പെട്ടതുപോലെ ഈ വാൽവ് റൂമുകളിൽ പോലീസ് നിരീക്ഷണമോ CCTV-യോ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കള്ളം വെളിച്ചത്താകുമെന്ന ഭയം തന്നെ. 2, ഫിൽട്ടർ ഹൗസിലെ കളി. വെള്ളയമ്പലം പോലെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ BJP അനുകൂല വാർഡുകളിലേക്ക് പോകുന്ന പൈപ്പുകളിലെ പ്രഷർ ബോധപൂർവമാണ് കുറയ്ക്കുന്നത്. ഇത് അറ്റകുറ്റപ്പണി എന്ന പേരിൽ ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടു പോവുക എന്നത് ഇവരുടെ സ്ഥിരം ശൈലിയാണ്. 3, കൃത്രിമ പൈപ്പ് പൊട്ടലുകൾ. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പൈപ്പുകൾ മുറിച്ചു മാറ്റുകയും അവ കൃത്യസമയത്ത് യോജിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയൊരു ജനവിഭാഗത്തെ സർക്കാരിനെതിരെ തിരിക്കാൻ സാധിക്കുമെന്ന് ഇവർ വ്യാമോഹിക്കുകയാണ്. മോദി സർക്കാരിന്റെ ജൽജീവൻ മിഷൻ വഴി ഗ്രാമാന്തരങ്ങളിൽ വെള്ളം എത്തുമ്പോൾ ആ പദ്ധതിയിൽ ലഭിക്കുന്ന പണം പോലും ശരിയായി വിനിയോഗിക്കാതെ കേരള സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഭാരതം ലോകത്തിന് മുന്നിൽ മാതൃകയാകുമ്പോൾ കേരളം കുടിവെള്ളം തടഞ്ഞു വെക്കുന്ന ഇരുണ്ട യുഗത്തിലേക്ക് മടങ്ങുകയാണ്. വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുന്നു.
ഇത് വെറും ഒരു ഭരണപരമായ പരാജയമല്ല. BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ ഭരണ മാതൃക രാജ്യമെമ്പാടും ചർച്ചയാകുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിലും റോഡ് നിർമ്മാണത്തിലും നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ CPM-ന്റെ ഉറക്കം കെടുത്തുന്നു. ഇതിനെ തകർക്കാൻ വെള്ളം മുടക്കുക എന്ന തരം താഴ്ന്ന രാഷ്ട്രീയത്തിലേക്ക് സർക്കാർ ഇറങ്ങി ചെന്നിരിക്കുകയാണ്. ജനങ്ങളെ പട്ടിണിക്കിട്ടും ദാഹിപ്പിച്ചും കീഴ്പ്പെടുത്താം എന്നത് പഴയ സ്റ്റാലിനിസ്റ്റ് രീതിയാണ്. പക്ഷെ ഇത് ഭാരതമാണ്, ഇത് അനന്തപുരിയാണ്. ഇവിടെ നിങ്ങളുടെ ഫാസിസ്റ്റ് തന്ത്രങ്ങൾ വിലപ്പോവില്ല. അത് മടുത്താണ് നഗരസഭ ഇന്ന് BJP-യുടെ കയ്യിലിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തലക്ഷങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലൂടെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഭാരതീയ സംസ്കാരത്തെയാണ്. വിശ്വാസികളെയും ആചാരങ്ങളെയും എന്നും പുച്ഛത്തോടെ മാത്രം കണ്ടിട്ടുള്ള ഇടത് സർക്കാരിന് പൊങ്കാല എന്നത് വെറും ഒരു ആഘോഷം മാത്രമായിരിക്കാം. പക്ഷെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾക്ക് ഇത് ജീവശ്വാസമാണ്. സർക്കാർ കൈമലർത്തുമ്പോൾ BJP-യും നഗരസഭയും വെറുതെ ഇരിക്കില്ല. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബദൽ സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ടാങ്കർ ലോറികൾ. വാട്ടർ അതോറിറ്റി വെള്ളം നൽകിയിട്ടില്ലെങ്കിൽ സ്വന്തം നിലയിൽ ടാങ്കറുകൾ വാടകയ്ക്കെടുത്ത് ഓരോ തെരുവിലും വെള്ളം എത്തിക്കാൻ നഗരസഭ തീരുമാനിച്ചു കഴിഞ്ഞു. സന്നദ്ധ പ്രവർത്തകർ. ആയിരക്കണക്കിന് BJP പ്രവർത്തകർ പൊങ്കാല ദിവസം ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. ഹെൽപ്പ് ലൈൻ. കുടിവെള്ളം മുടങ്ങിയാൽ ഉടൻ വിളിക്കാൻ പ്രത്യേക കൺട്രോൾ റൂമുകൾ നഗരസഭ തന്നെ തുറന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനെയൊക്കെയാണ് മന്ത്രി V ശിവൻകുട്ടി ഷോ എന്ന് വിളിക്കുന്നത്. ജനങ്ങളുടെ ദാഹം തീർക്കുന്നത് ഷോ ആണെങ്കിൽ ആ ഷോ ഞങ്ങൾ അഭിമാനത്തോടെ തുടരുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ആറ്റുകാലമ്മയുടെ ഭക്തർക്ക് മുൻപിൽ ഒരു ഗൂഢാലോചനയും വിജയിക്കില്ല. ഈ കുടിവെള്ള പ്രതിസന്ധി ഒരു നിമിത്തമാണ്. ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ മുഖം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ ലഭിച്ച ഒരവസരം. വികസനത്തിന് തുരങ്കം വെക്കുന്ന, ആചാരങ്ങളെ അധിക്ഷേപിക്കുന്ന, ജനങ്ങളെ ദാഹിപ്പിക്കുന്ന ഈ ഒരു സർക്കാരിനുള്ള മറുപടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ തന്നെ നൽകിയിരിക്കും. അനന്തപുരിയുടെ മണ്ണ് ഭാരതീയ സംസ്കാരത്തിനൊപ്പമാണ്, അത് BJP-ക്കൊപ്പമാണ്. വാൽവുകൾ പൂട്ടിയിട്ട് നിങ്ങൾ തടയുന്നത് വെള്ളമല്ല, നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ ഭാവിയാണ്. ഇത് പഴയ കാലമല്ലെന്ന് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുക? അനന്തപുരി ഉണർന്നു കഴിഞ്ഞു. ഭക്തലക്ഷങ്ങൾ അമ്മയുടെ തിരുമുറ്റത്തെത്തുമ്പോൾ ഓരോ തുള്ളി വെള്ളത്തിലും BJP-യുടെ കരുതലുണ്ടാകും. സർക്കാരിന്റെ തടസ്സങ്ങളെ അവർ അതിജീവിക്കുക തന്നെ ചെയ്യും. എന്തായാലും വികസനമാണ് ഇവിടെ ജയിക്കുന്നത്. ഈ ഒരു വാട്ടർ പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തിരുവനന്തപുരം നഗരത്തെ ശ്വാസം മുട്ടിക്കാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ? തീർച്ചയായും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സത്യാവസ്ഥ എല്ലാവരും അറിയട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.